കൊച്ചു കൊച്ചു മുറികളുള്ള ഒരു വീടാണ്. ഇങ്ങനത്തെ വീടൊക്കെ റിനോവേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കാൻ കൂടിയില്ല. നേരത്തെ നമ്മൾ ഇതിലെ അങ്ങ് കയറി പോകുമ്പോഴേ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പം ഈ അടുക്കളയുടെ പുറകുവശം കാണാം. ഇവിടെ പഴയ ചിമ്മിനി ആയിരുന്നു. ആ ചിമ്മിനിയെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ സിറ്റ് ഔട്ടൊക്കെ എടുത്തിട്ടാണ്. അതിലേക്കാൻ പിന്നെ വരാം. ഇതേപോലത്തെ ഒരു വീടിനെ നമ്മൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നോക്കണ്ടേ? നമുക്ക് നോക്കാം. പണ്ട് ഇവിടെ പാടമായിരുന്നു. പണ്ട് കാലത്ത് റോഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പാടത്തു നിന്നായിരിക്കും മെയിൻ ആക്സസ് ഒക്കെ വരുന്നത്. അങ്ങനെ ആയിരിക്കും അവർ ഇവിടെ ഡ്രോയിങ് റൂമും സിറ്റ് ഔട്ടും ഒക്കെ ഉണ്ടാക്കിയത്. പിന്നീടായിരിക്കും ഈ റോഡൊക്കെ വരികയും ആ റോഡിൽ നിന്ന് ആക്സസ് വന്നു ഇവിടെ പോർച്ചൊക്കെ അവർ പിന്നീട് ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ എന്നാൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിലെ വണ്ടി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് വർക്ക് ഏരിയയും പിന്നെ ഈ കിച്ചന്റെ ചിമ്മിനിയൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് അഡാപ്റ്റബിലിറ്റീസ് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ഒരു പോർച്ച് ഉണ്ടായിരുന്നു. നേരെ വണ്ടി വന്ന് പോർച്ച് കയറും ഈ കണ്ട വഴി മുഴുവനും. എന്ന് പറഞ്ഞാൽ അങ്ങറ്റത്തെ റോഡ് വരെ റിവേഴ്സ് ചെയ്യണം, എന്നാലേ വണ്ടി പുറത്തേക്ക് പോകുള്ളൂ. എന്നിട്ടൊരു സിറ്റ് ഔട്ട് കൂടെ അകത്ത് കയറും. ആ കോൺസെപ്റ്റാണ് പഴയ ചിമ്മിനി ഇരുന്ന സ്ഥലത്തേക്ക് നമ്മൾ സിറ്റ് ഔട്ട് കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ വണ്ടി അവിടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് അവിടെ ഇട്ട് തിരിക്കാനുള്ള സംവിധാനമാക്കിയത്. സിറ്റ് ഔട്ടിൽ നിന്ന് പഴയ വർക്ക് ഏരിയ ഇത് രണ്ടും കൂടി ചേർത്ത് നല്ല വലിയ ഒരു ഡ്രോയിങ് റൂം. ആ ഡ്രോയിങ് റൂമിൽ നിന്ന് ആബ്സല്യൂട്ട് പ്രൈവസിയുള്ള നല്ല വിശാലവും വലുതുമായിട്ടുള്ള ഡൈനിങ് ആൻഡ് ലിവിങ് റൂം. ഓക്കെ, ഈ കുഞ്ഞ് 8 അടിയുടെ മുറിയാണ്. അതിനെയാണ് നടുവിൽ ലൈറ്റ് ഇല്ലാതിരുന്ന ഹാളിലേക്ക് ചേർത്തത്. ഇപ്പൊ ഹാളിനെ ലിവിംഗ് റൂം ആക്കിയപ്പോൾ അവിടെ ജനല് വന്നു. അപ്പൊ നല്ല വെളിച്ചുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മുറിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് നല്ല സ്റ്റൈലായിട്ടുള്ള ഓപ്പൺ കിച്ചൺ ആക്കി മാറ്റി. അപ്പോൾ അത് വടക്ക് കിഴക്ക് ഭാഗത്ത് വരികയും ചെയ്തു. ആദ്യം തന്നെ നമുക്ക് നല്ലൊരു ഡ്രോയിങ് റൂം കാണട്ടെ. ഒരു വലിയ ഡ്രോയിങ് റൂമായി എങ്ങനെ ഈ കിച്ചന്റെ ഈ പോർഷനും ഈ വർക്കേരിയും കൂടി ചേർത്ത് ഒരുമിച്ച് ആക്കുകയും ചെയ്ത ഈ ജിമ്മിനെ പൊളിച്ചു കളഞ്ഞിട്ട് നമ്മളിവിടെ നല്ല രീതിയിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ടാക്കി. അപ്പം റോഡിൽ നിന്ന് വരുമ്പോൾ ഈസി ആയിട്ട് ഇവിടെ വരുന്നു, ഇവിടെ ഇട്ട് വണ്ടി തിരിക്കുന്നു, ഇവിടെ നല്ല മുറ്റമൊക്കെയാണ്. എന്നിട്ട് അതിലേക്ക് കടന്നു പോവാം. അങ്ങനെ നമ്മൾ പ്രൈവസി ഉള്ള ഡ്രോയിങ് റൂമിൽ വന്നു. ഡ്രോയിങ് റൂമിൽ നിന്ന് കടന്നിട്ട് വലിയ ഒരു ലിവിംഗ് ഏരിയയിൽ വരും. ഡൈനിങ് ലിവിംഗ് ഒക്കെ കൂടെയുള്ള സ്പേസ്. അങ്ങനത്തെ സ്ഥലത്തേക്ക് വരുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് കാണാം ഈ ഡൈനിങ് ഏരിയക്ക് ജനലുകളൊന്നുമില്ല, വെളിച്ചുണ്ടായിരുന്നില്ല. ഈ ഭിത്തി പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ലൈറ്റ് വന്നു, ഇവിടെ നിന്ന് ലൈറ്റ് വന്നു. അതുപോലെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഡ്രോയിങ് റൂമിൽ ചെറിയ റൂമായിരുന്നു, 8 അടി ഉണ്ടായുള്ളൂ. അപ്പൊ അതിനെ ഒന്നുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ അവിടെ രസമുള്ള ഒരു കിച്ചൺ കിട്ടി. അതിന്റെ ഒപ്പം തന്നെ പുറത്തുണ്ടായിരുന്ന ചെറിയ ബെഡ്റൂം 8 അടി തികച്ചില്ല, 220 ഉള്ളൂ. അപ്പൊ അതിന്റെ ക്രോസ് ആയിട്ട് നമ്മളൊരു വാള് കെട്ടി. ആ വാള് കെട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോർഷൻ ഇപ്പുറത്തെ റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയി. ബാക്കിയുള്ള സ്ഥലം വർക്ക് ഏരിയയുടെ മാറി. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ മുറി ആയിരുന്നതുകൊണ്ട് ആ ചെറിയ മുറി നമ്മളൊന്ന് വലുതാക്കി. അതാണ് ഈ നീലയിൽ കാണുന്നത്. അതിനുള്ള സ്പേസ് ഒക്കെ അവിടെ ആ ടോയ്ലറ്റിന്റെ സ്ഥലത്തേക്ക് നമ്മൾ വലുതാക്കി. അതേപോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. സിറ്റ് ഔട്ടിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ചെറിയ സ്പേസ് എടുത്തിട്ട് ടോയ്ലറ്റ് ഇടും. എന്നിട്ട് ഈ ബെഡ്റൂം അങ്ങനെ തന്നെ പുതിയതാ. അപ്പൊ എന്താ എല്ലാ റൂംസും നമുക്ക് ലിവിംഗ് ഏരിയയിലേക്ക് ഒറ്റ റൂം ഡ്രോയിങ് റൂമിലേക്ക് ഇല്ല. അതേപോലെ തന്നെ ബാക്കിലെ ബെഡ്റൂമിനെ ഒന്ന് ഷേപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രസമുള്ളൊരു വീടായിട്ട് ഈ വീടങ്ങ് മാറുകയാണ്. പഴയ വീടാണ്, 3-4 ലെവൽസ് നിന്നിട്ട് വീടാണ് എന്നുള്ളതൊക്കെ പണി കഴിയുമ്പോൾ അറിയാൻ പോലും ഇല്ല. വാസ്തു സംബന്ധമായിട്ടുള്ള ആ ഒരു ടെൻഷൻ മൊത്തമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക് ഏരിയ വന്നത്. ഇവിടെ കാണാൻ പറ്റും പഴയൊരു മുറിയാണ്. ഈ മുറിയിൽ പകുതി സ്ഥലം അപ്പുറത്തെ ബെഡ്റൂമിന്റെ ടോയ്ലറ്റും ബാക്കി പകുതി സ്ഥലം വർക്ക് ഏരിയ. ആ വാസ്തു ശരിയാക്കൽ തന്നെ ഉദ്ദേശിക്കണം. ഈ വലിയ ബെഡ്റൂമിന്റെ ടോയ്ലറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത്രയും സ്ഥലമാണ് ആ ബെഡ്റൂമിന് ടോയ്ലറ്റ് ആയിട്ട് വന്നത്. ഈ മുറിയിൽ നിന്ന് പകുതി പോർഷൻ. ഈ വലിയ റൂമും കോമഡി അല്ലേ? നേരത്തെ ചെറിയ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസിനെ അങ്ങോട്ട് വലുതാക്കിയിട്ട് നല്ല ഷേപ്പിൽ അങ്ങോട്ട് എടുത്തു. ഇച്ചിരി പോർഷൻ പുതിയതാണ്. ആ പുതിയ പോർഷനെ പഴയ വോളായിട്ട് കണക്ട് ചെയ്യാൻ കൊടുത്തൊരു തൂണൊക്കെ കൊടുത്ത് അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ബീമൊക്കെ വരും. എന്നിട്ടാണ് നമ്മൾ സ്ലാബ് വരിക. കുറച്ചു മുമ്പ് കാർ പോർച്ചിന്റെ അവിടെ ഒരു സിറ്റ് ഔട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ സിറ്റ് ഔട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ വരയില്ലേ, ഈ വരയുടെ അപ്പുറത്തായിരുന്ന സിറ്റ് ഔട്ട്. ആ സിറ്റ് ഔട്ടിന്റെ അകത്തുനിന്ന് ഒരു പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ടോയ്ലറ്റ് ചെയ്തത്. ഈ ടോയ്ലറ്റിന്റെ ഇപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ടാവും. ആ സിറ്റ് ഔട്ടിൽ കുറച്ച് പോർഷൻ ഉണ്ട്. ബാക്കിയുള്ള മുഴുവനും നമ്മൾ പുതിയതായിട്ടൊരു ബെഡ്റൂമാണ് എടുത്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള സ്പേസിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ബെഡ്റൂമൊക്കെ എടുക്കുന്നത്. അങ്ങനത്തെ അൺയൂസ്ഡ് സ്പേസ് നമ്മൾ എടുക്കുമ്പം നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്ടിരുന്ന ഇഷ്ടംപോലെ മുറ്റുണ്ടാവില്ലേ? അതേപോലെ തന്നെയാണ് ഈ ഓപ്പൺ കിച്ചൻ്റെ നമ്മൾ വലിപ്പം വെപ്പിച്ചേക്കണം. ഇത്രയുള്ള സ്ലാബ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചെറിയ പോർഷൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇതാണ് ഞാൻ ബാക്ക് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പം ഫ്രണ്ട് സൈഡ് മുറ്റം നല്ല കണ്ടീഷൻ ആയിരിക്കും. അതിലേ വന്നിട്ട് ഏറ്റവും ആദ്യം തന്നെ സിറ്റ് ഔട്ട് കൊടുക്കുന്നു. ഇതാണ് ഞാൻ പഴയ സ്ലാബും പുതിയ സ്ലാബും തമ്മിൽ ജോയിൻ ചെയ്യാനോട്ട് ബീം വേണമെന്ന് പറഞ്ഞത്. അപ്പം എന്താ പറഞ്ഞാൽ നമുക്ക് പഴയ സ്ട്രക്ചറും പുതിയ സ്ട്രക്ചറും തമ്മിൽ സ്ട്രക്ചറലി ബന്ധമൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള സ്ട്രക്ചറിലൊക്കെ റിനോവേഷൻ പറ്റുമെന്ന് ശരിക്കും എല്ലാവർക്കും സംശയം തോന്നും. ഇവിടെ റൂഫ് സ്ലാബ് 2 ലെവലിലാണ് നിൽക്കുന്നത്. ഒരെണ്ണം പഴയ കോൺക്രീറ്റ് സ്ലാബും മറ്റേത് ഓടിട്ട പോർഷൻ അവർ കോൺക്രീറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്തതാണ്. അതേ കാരണം കൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ ലെവൽ ഡിഫറൻസ് ഉണ്ട്, ഇവിടെ ലെവൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ പഴയൊരു ചിമ്മിനി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ലെവൽ ഡിഫറൻസ് ഉണ്ട്. മുൻപ് നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ വഴി കൂടെ വന്നിട്ട് ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ടായിരുന്നതാണ്. ആ പില്ലറൊക്കെ ഇപ്പോഴും ഉണ്ട്.
ഈ പില്ലറൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ മുറ്റമാക്കും. അവിടെ നിന്ന് വഴി വരുമ്പം മുമ്പ് നേരത്തെ അവിടെ കിച്ചൺ ഉണ്ടായിരുന്നു, അതിന് പകരം നമുക്ക് അവിടെ നല്ല സിറ്റ് ഔട്ടും നല്ല ഡ്രോയിങ് റൂം കൊണ്ട അടിപൊളിയല്ലേ. ഈ എലിവേഷനിൽ കാണുന്നൊക്കെ ഓർണമെന്റേഷൻ വർക്ക്സ് ആണ്. എന്താ പറഞ്ഞാൽ നമ്മളത് ആക്ച്വലി സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്. മുകളിൽ ഷീറ്റ് റൂഫ് അവിടെ എക്സിസ്റ്റിംഗ് ഉണ്ട്. ആ ഷീറ്റ് റൂഫിന് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജസ്റ്റ് ബ്രിക്ക് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കരുതിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് എലിവേഷൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് തന്നെയാണിത്. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.